ആരോഗ്യമന്ത്രി കെ മുരളീധരന് ശക്തമായ മറുപടിയുമായി മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജ്. വിടുവായുത്തം നിർത്തി വകുപ്പിനെ ഏകോപനത്തോടെ നയിക്കൂ. സോണിയാഗാന്ധിയെ മദാമയെന്നും അഹമ്മദ് പട്ടേലിനെ അലൂമിനിയം പട്ടേലെന്നും വിളിച്ച മുരളീധരനിൽ നിന്ന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. LDF സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷത്തിരുന്ന് പറഞ്ഞ കാര്യങ്ങൾ ബൂമറാങ് പോലെ തിരിച്ചു വരുന്നതാണ് ഇപ്പോൾ കാണുന്നതെന്നും വീണ ജോർജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വിവരങ്ങളുമായി ജ്യോതിഷ് മോഹനും സലീം മാലിക്കുമാണ് ചേരുന്നത്. ആദ്യം ജ്യോതിഷ് മോഹനിലേക്കാണ്. ജ്യോതിഷ്, കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ്, പ്രതികരണമാണ് ഉണ്ടാകുന്നത് മുൻ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന്. എങ്ങനെയാണ് കാര്യങ്ങൾ പോസ്റ്റിലെ? അഖില, വീണ ജോർജ് വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വിമർശിച്ചിരിക്കുന്നത്. കാരണം വീണ ജോർജിനെതിരെ നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിന്റെ LDF സർക്കാരിന്റെ കാലത്ത് തന്നെ ആരോഗ്യവകുപ്പിനെ രൂക്ഷമായി കടന്നാക്രമിച്ച വ്യക്തിയാണ് കെ മുരളീധരൻ. കെ മുരളീധരന്റെ രാവിലത്തെ പ്രസ്താവനയെല്ലാം തന്നെ എടുക്കുമ്പോൾ തന്നെ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്തുള്ള വീഴ്ചകളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ്. ഇതിനെല്ലാത്തിനും മറുപടി നൽകിക്കൊണ്ടാണ് വീണ ജോർജിന്റെ ഇപ്പോഴത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രത്യക്ഷത്തിൽ വന്നിരിക്കുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ വീണ ജോർജ് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് VS ശിവകുമാറിന്റെ കാലത്തുള്ള ആരോഗ്യവകുപ്പിനെ കുറിച്ചും ആ കാലത്തുള്ള ഈ പ്രവർത്തന രീതിയെ കുറിച്ചുമാണ്. അതിൽ ഏറ്റവും എടുത്തു പറയുന്ന ഒരു കാര്യം ഈ ശിശുമരണ നിരക്കും അതുപോലെ തന്നെ ഡെങ്കിപ്പനി മരണനിരക്കും എല്ലാം തന്നെയാണ്. അതിൽ തന്നെ ഈ വീണ ജോർജ് അധികാരത്തിലേക്ക് വന്നു. വീണ ജോർജിന്റെ കാലത്തെല്ലാം ഈ പറഞ്ഞ നിരക്കുകളെല്ലാം തന്നെ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം എന്തുകൊണ്ട് കാണാതെ പോകുന്നുള്ളൊരു ചോദ്യമാണ് വീണ ജോർജ് ഉന്നയിക്കുന്നത്. ഈ വീണ മീട്ടി എന്നുള്ളൊരു പ്രയോഗം നടത്തിയതെല്ലാം തന്നെ വീണ ജോർജിനെ ചൊടിപ്പിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനെല്ലാം തന്നെ തക്കതായ ഒരു മറുപടിയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വീണ ജോർജ് നൽകുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു വിഷയം പറയുന്നത് വീണ ജോർജ് കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലെല്ലാം തന്നെ നടത്തിയ ആ ഒരു പ്രവർത്തന രീതിയും അതിന്റെ എല്ലാ ശൈലിയും തന്നെ അവർ എടുത്തു പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ എങ്ങനെ നിങ്ങൾക്ക് വീണ മീട്ടിയതാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു രൂക്ഷമായ ഒരു വിമർശനമാണ് വീണ ജോർജ് ഈ ഘട്ടത്തിൽ നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വിഷയം, ഈ കഴിഞ്ഞ 30 ദിവസത്തിനിടെ നടന്ന മരണങ്ങളാണ്. ആ 30 ദിവസത്തിനിടെ 87 മരണങ്ങളോളം നടന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ ആരുടെ വീഴ്ചയാണെന്നും വീണ ജോർജ് എടുത്ത് കുറ്റപ്പെടുത്തുന്ന രീതിയിൽ തന്നെയുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വീണ ജോർജിന്റെ ഭാഗത്തുനിന്ന് വന്ന വിമർശനം. അഖില. ഓക്കെ, സലീം മാലിക് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സലീം, ഈ വീണമീട്ടലും റീലും ഒക്കെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളായിരുന്നു മുരളീധരൻ ഇന്ന് ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. ആരോഗ്യ മേഖല അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് കെടുകാര്യസ്ഥതയുടെ അങ്ങേയറ്റത്ത് നിൽക്കുകയാണ് എന്ന ഒരു വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നതും. പകർച്ചവ്യാധികളുടെ ഒരു നിര തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യരംഗത്തെ ആരോഗ്യ വകുപ്പിന്റെ തലപ്പത്ത് കസേരകളി തുടരുകയുമാണ്. പക്ഷേ ഈ വാദപ്രതിവാദങ്ങളിലേക്ക് കടക്കുകയാണ് മന്ത്രി എന്ന വിമർശനം പൊതുജനങ്ങൾക്കിടയിൽ നിന്നുകൂടി വരുന്ന സാഹചര്യമാണ് നിലവിൽ. ഇതിപ്പോൾ വാദപ്രതിവാദങ്ങളിലേക്ക് കടക്കുന്നു മുൻ മന്ത്രിയും ഇപ്പോഴത്തെ മന്ത്രിയും എന്നാണ് കാണാൻ കഴിയുന്നത്. ഏതു വിധത്തിൽ വിലയിരുത്താം ഇതിനെ? അഖില, നിലവിൽ പുതിയ സർക്കാർ ഭരണമേറ്റെടുത്ത് 1 മാസം കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും അതിന് പിന്നാലെ ഏറ്റവും അധികം ഹാപ്പനിങ്ങുകൾ നടന്നത് ആരോഗ്യവകുപ്പിലാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് അതുകൊണ്ടുകൂടിയാണ് ഇന്ന് പ്രതിപക്ഷം നിലവിൽ സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയം, സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്ന പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ട വിഷയം സഭയിൽ ഉയർത്തിയത്. പക്ഷേ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള വാഗ്വാദമായി അത് മാറുകയായിരുന്നു. അതിനപ്പുറത്തേക്ക് ഇന്നത്തെ സഭാ നടപടിയിൽ എവിടെയും അടിയന്തര വലിയ വിമർശനമായിരുന്നു ഇന്ന് മുരളീധരൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. വീണമീട്ടലും റീൽസുമാണ് കഴിഞ്ഞ 10 വർഷത്തെ ഭരണം എന്ന വിമർശനമായിരുന്നു ഇന്ന് സഭയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് കടുത്ത ഭാഷയിലുള്ള മറുപടിയാണ് ഇപ്പോൾ മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നൽകിയിരിക്കുന്നത്. ശക്തമായ മറുപടിയുമായാണ് രംഗത്തെത്തിയിരിക്കുന്നത്. വിടുവായുത്തം നിർത്തി വകുപ്പിനെ ഏകോപനത്തോടെ നയിക്കൂ എന്നാണ് വീണ ജോർജ് പറഞ്ഞിരിക്കുന്നത്. സലീം അവിടെ തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സലീം, തുടരാം. അല്ല, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം ഇപ്പോൾ നേരിടുന്നത് നിലവിൽ കഴിഞ്ഞ 10 വർഷത്തെ ഈ ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചകൾ ഉയർത്തിക്കാട്ടുകയാണ് ഭരണപക്ഷം. എന്നാൽ കഴിഞ്ഞ 1 മാസം കൊണ്ട് തന്നെ 87 മരണങ്ങൾ ആരോഗ്യ വകുപ്പിന്റെ കണക്കിൽ തന്നെ പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും കഴിഞ്ഞ സർക്കാരിനെ ഏറ്റവും കൂടുതൽ ആ പ്രതിപക്ഷം കടന്നാക്രമിച്ചത് ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചകൾ ഉയർത്തിക്കാട്ടിയാണ്. അതേ നാണയത്തിൽ തിരിച്ചടിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, അന്ന് ആരോഗ്യമന്ത്രിയെക്കുറിച്ചും ആരോഗ്യവകുപ്പിന്റെ വീഴ്ചകളെക്കുറിച്ചും കെ മുരളീധരൻ അന്ന് MP ആയിരുന്ന കാലത്തും MP അല്ലാതിരുന്ന കാലത്തും ഒക്കെ നടത്തിയ പരാമർശങ്ങൾ കൂടി നിലവിൽ പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുന്നുമുണ്ട്. എരണം കെട്ടവർ നാട് ഭരിച്ചാൽ നാട് മുടിയും എന്ന ഒരു പ്രസ്താവന, അതിനെ വലിയ രീതിയിൽ വീണ്ടും ചർച്ചയാക്കുകയും വിമർശിക്കുകയും ചെയ്യുകയാണ് നിലവിലെ പ്രതിപക്ഷം. അതിനിടയിൽ പ്രതിപക്ഷത്തിന്റെ മുകളിൽ, അന്നത്തെ സർക്കാരിന്റെ മുകളിൽ കേരളത്തിന്റെ ആരോഗ്യമേഖല ഈ മട്ടിൽ കിടക്കുമ്പോഴാണ് ഈ വാദപ്രതിവാദങ്ങൾ നടത്തുന്നത് എന്താണ് ഏറ്റവും വിരോധാഭാസകരമായ കാര്യം. സലീം മാലിക്കും ജ്യോതിഷ് മോഹനുമാണ് വിവരങ്ങൾ നൽകിയത്.